ഏഞ്ചൽ ബ്ലെസ്സിംഗ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്. ഓക്കെ, അപ്പം എല്ലാവരും നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്താണ് നൈറ്റ് തോട്ട്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട എനർജി നൽകണമേ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച്, വ്യൂവേഴ്സിൻ്റെ റിലേഷനെ കുറിച്ച് എന്താണ് ഈ നൈറ്റ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട എനർജി നൽകണമേ. എൻ്റെ വ്യൂവേഴ്സിന് പോസിറ്റീവായിട്ടുള്ള എനർജി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊരു ഓഫർ തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും, അവർ സാമ്പത്തികമായിട്ട് എന്തൊക്കെ നേടിയായിരുന്നാലും, അവരുടെ ജീവിതത്തിൽ ആരൊക്കെ വന്നിരുന്നാലും പോയിരുന്നാലും, നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ അവർ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ചിലപ്പോൾ അവരിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോണായിട്ടുള്ള ഒരു ഇരിപ്പിടത്തിലാണ്. അവർക്ക് തന്നെ രാജാവായിരിക്കുകയാണ്. ഓക്കെ, അവർക്കെപ്പോഴും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരുപാട് സമ്പാദിക്കണം എന്നുള്ള ഒരു കൂടുതലും പൈസയോടുള്ള ഒരു അധികമായിട്ടുള്ള ഒരു ഒരു ഇഷ്ടമാണ്. ഓക്കെ, നോർമലി എല്ലാവർക്കും പൈസയൊക്കെ ഇഷ്ടം തന്നെയാണ്, എങ്കിൽ കൂടിയും അധികമായിട്ട് കുറച്ച് ഓവറായിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാതെ, അല്ലെങ്കിൽ എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ഇപ്പം ഫാമിലീനെ വിട്ടു പോകണമെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയെയും വിട്ട് ദൂരേക്ക് മാറിപ്പോയി പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. കുറച്ച് അവരിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോണായിട്ട് ഇരിപ്പിടത്തിലാണ്. അത് സ്വന്തമായിട്ട് അവർ തന്നെ അവർക്ക് രാജാവാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബുദ്ധി എപ്പോഴും പൈസ സമ്പാദിക്കണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അതുപോലെ തന്നെ അവർ വെക്കുന്ന ഓരോ സ്റ്റെപ്പും, എന്ത് സ്റ്റെപ്പ് ചെയ്തിരുന്നാലും അതിൽ നിന്ന് അവർക്ക് സമ്പാദിക്കാം, എങ്ങനെ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കെന്ത് ലാഭമാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് എനിക്കെന്ത് നേട്ടം കിട്ടും, എന്തും അവരുടെ നേട്ടത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ലാഭത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ഉള്ളത്. എങ്കിൽ പോലും എത്രയൊക്കെ പൈസയുടെ പിറകെ നടന്നിരുന്നാലും എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ, നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ അവർക്കൊരിക്കലും കൈവിട്ട് കളയാൻ താല്പര്യമില്ല. ചിലപ്പോൾ അവർ ഐസൊലേറ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുറം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കാം, ഒറ്റപ്പെട്ടിട്ടായിരിക്കും നിൽക്കുന്നത്, ഫാമിലിയിൽ നിന്നെല്ലാം അകലെ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വസ്തുവും വീടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമ്പാദിച്ചെടുക്കാനുള്ള ഒരു കേപ്പബിൾ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരിക്കും അവർ. ഓക്കെ, 4 നമ്പറാണ് കാർഡ് വന്നിരിക്കുന്നത്. കാപ്രിക്കോൺ ആണ്, എർത്ത് സൈനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏതൊക്കെ വ്യക്തികൾ ഉണ്ടിരുന്നെങ്കിൽ ശരി തന്നെ, അതെല്ലാം അവർക്ക് വേണം. ഓക്കെ, ശരിയാണ്, എല്ലാവരെയും തലയിലും കയ്യിലും കാലിലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ വിട്ടുകളയാൻ, എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും ശരി തന്നെ, നിങ്ങളെ വിട്ടുകളയാൻ അവർക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾ അവരുടെ ലക്കിയാണെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം. നിങ്ങളെ വിട്ടുകളയാം, കാരണം നിങ്ങളെന്നുള്ള വ്യക്തി മാത്രമാണ് അവരെ അത്രയേറെ മനസ്സിലാക്കിയിട്ടുള്ളതും സ്നേഹിച്ചിട്ടുള്ളതും. അത് കാരണം അവർക്ക് നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ, നിങ്ങളുടെ സ്നേഹത്തെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ കുറച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കലും ചിലപ്പം ഒരു ചെറിയ ഡിസ്റ്റൻസ് ഇട്ടിട്ട് അവർ സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിച്ചാണ്. പക്ഷെ നിങ്ങൾ ഇത്രയും ദൂരെ ആയി പോകുമെന്ന് അവർ വിചാരിച്ചില്ല. കാരണം നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർ വിചാരിച്ചു ഒരിക്കലും അവരെന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിരുന്നാലും, കാരണം പല പ്രാവശ്യവും പിണങ്ങിപ്പോയാലും നിങ്ങളാണ് അവരുടെ പിറകെ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ വിചാരിച്ചു എന്തൊക്കെ പ്രശ്നം വന്നിരുന്നാലും ഒരിക്കലും
നിങ്ങൾ തിരിച്ച് അവരുടെ പിറകെ ചെല്ലും എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ പ്രാവശ്യം പോകുന്നതൊക്കെ ഇപ്രാവശ്യം നിങ്ങൾ ചെന്നില്ല, നിങ്ങൾ അവരിൽ നിന്നും ഒരുപാട് ദൂരെയായി. ഓക്കെ, ഒരുപാട് ദൂരെയായി, അവരിൽ നിന്ന് ഒരുപാട് ദൂരെ. അവരുടെ മനസ്സെന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ് ആയിട്ടും ദേഷ്യപ്പെട്ടും ചില കാര്യങ്ങളിൽ ക്രൂരമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. ഓക്കെ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു തരം വ്യക്തിയായിരിക്കാം. ഓക്കെ, ദ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. അവർ സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തികളും ഒക്കെയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ, നിങ്ങളുടെ റിലേഷനെ, നിങ്ങളുടെ സ്നേഹത്തെ ബാലൻസിൽ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. ഡിവൈൻ പവർ ഉണ്ട് അവർക്ക്. അവരെന്തായിരുന്നാലും നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്കൊരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. 14 നമ്പറാണ്, 5 നമ്പറാണ് വന്നിരിക്കുന്നത്. സ്പിരിച്വലായിട്ടെല്ലാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരുപാട് സ്പിരിച്വലായിട്ടും ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്ങിലും അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങിലൊക്കെ ഒരുപാട് നിങ്ങളുടെ പേഴ്സണോ ഒരുപാട് അടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ബ്ലെസ്സിങ് കൊണ്ട് ന്യൂ ബിഗിനിങ് എന്തായാലും നിങ്ങളുടെ റിലേഷനിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്താണ് എൻ്റെ വ്യൂസിനെ കുറിച്ച് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ചിന്തിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ. അവർക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത്, നിങ്ങളുമായിട്ട് നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് അവർ ഒരുപാട് വേദനിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞതിലോർത്ത് അവരൊരുപാട് ദുഃഖിക്കുകയാണ്. നിങ്ങളോട് ചിലവഴിച്ച നിമിഷങ്ങൾ, നിങ്ങൾ അവരോട് കാണിച്ച സ്നേഹങ്ങൾ, ഇതെല്ലാം നഷ്ടമാക്കി കളഞ്ഞല്ലോ. എന്തെങ്കിലും സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണോ നഷ്ടപ്പെടുത്തിയത്? എന്ത് തന്നെ ആയിരുന്നാലും അവരൊരുപാട് സങ്കടപ്പെടുകയാണ്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുമായിട്ടുള്ള ആ ഒരു നല്ല നിമിഷത്തെ ഓർത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തിരയുകയാണ്. ഒരു പക്ഷേ ചിലപ്പം നിങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജോ നിങ്ങളുടെ വോയിസോ വീണ്ടും റിപ്പീറ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, രാത്രി സമയങ്ങളിൽ തന്നെയാണെങ്കിൽ തന്നെയും കിടക്കാൻ നേരത്ത് നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അയച്ച മെസ്സേജുകളോ മറ്റോ എടുത്ത് വെച്ച് നിങ്ങളുടെ പേഴ്സൺ നോക്കുകയാണ്. ഓക്കെ, കാരണം നഷ്ടപ്പെട്ടു പോയ ആ ഒരു പഴയ ഇമോഷൻ, ഇപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ അയച്ചിരിക്കുന്ന ഇമോഷനായിരിക്കും, നിങ്ങൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ റിപ്പീറ്റ് നോക്കുകയാണ്. നഷ്ടപ്പെടുത്തി കളഞ്ഞ മെസ്സേജുകൾ, അന്നൊന്നും ചിലപ്പം നിങ്ങളുടെ റിലേഷൻ ആ ഒരു പിണങ്ങി നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ അയച്ചിരിക്കുന്ന മെസ്സേജ് പലതും റീഡ് ചെയ്യാൻ അവർ മറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത്, നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജുകൾ, നിങ്ങളുടെ വോയിസുകൾ എല്ലാം അവർ വീണ്ടും കേട്ട് ദുഃഖിക്കുകയാണ്. ഓക്കെ, അവർക്കുള്ള ഒരു കാര്യങ്ങളും അവർ നോക്കുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് മറ്റു പല കാര്യങ്ങളും നിൽക്കുന്നെങ്കിലും അതൊന്നിലൊന്നും അല്ല അവരുടെ ശ്രദ്ധ. യൂണിവേഴ്സിൻ്റെ ഓഫർ അവർക്ക് വന്നിട്ടുണ്ട്, അതിലൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെ, അവർക്ക് സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷന് വേണ്ടിയിട്ട് തന്നെ, നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് അവർക്കൊരു 2 കപ്പ് വെച്ചിട്ടുണ്ട്. എന്തായാലും അവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി, നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതൊന്നും ചിന്തിക്കുന്നില്ല. കാരണം നിങ്ങൾ വെയിറ്റിംഗ് ആണെന്നും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും ഒക്കെ യൂണിവേഴ്സിനറിയാം. കാരണം ആ യൂണിവേഴ്സ് പുറകിൽ ഇരിക്കുന്ന 2 കപ്പ് നിങ്ങളെന്നുള്ള നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ കാത്തിരിപ്പും ഒക്കെയാണ്. അത് യൂണിവേഴ്സ് വെച്ചിരിക്കുന്നതാണ്. കാരണം ഇവിടെ ഒരു പാലമുണ്ട്, ആ വൈറ്റ് കളർ പാലം എന്ന് പറയുന്ന യൂണിവേഴ്സ് ജേണിയാണ്. അപ്പം യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന വഴി തീർച്ചയായിട്ടും നിങ്ങളിലെന്നുള്ളൊരു ഇവിടെ വന്ന് അവർക്ക് സ്റ്റേബിളായിട്ടുള്ളൊരു റിലേഷൻ, നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻ അവർക്ക് പോകാം. പക്ഷേ അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ ശ്രദ്ധ മൊത്തവും ഇപ്പം നിങ്ങളുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ മെസ്സേജുകൾ, അവർ പറഞ്ഞ വാക്കുകൾ, അവർ നിങ്ങളെ തളർത്തിയ ദിവസങ്ങൾ, അതെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ അതീവ ദുഃഖത്തിൽ സ്വയം ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അവർക്കിപ്പോൾ അവരുടെ ലൈഫിൽ പ്രതീക്ഷിക്കാൻ വേണ്ടി യാതൊന്നുമില്ല. കാരണം അവരാകെ
എം ടി ആയിട്ട് അവരിൽ ഒന്നും ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഇല്ലാതെ ആ മെസ്സേജുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസുകളും ഒക്കെ നോക്കിയിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ദിവസങ്ങളെ ഓർത്ത് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുകയാണ് ഈ ഒരു നൈറ്റ് തോട്ടിൽ. ഓക്കെ, നിങ്ങളിപ്പോൾ അവർ വലിയൊരു സ്റ്റാറായി കാണുന്നു. ചിലപ്പോൾ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ സ്റ്റാറായി കാണുന്നു. നിങ്ങൾക്ക് ചില ആൾക്കാരൊക്കെ വീഡിയോസും ഇൻസ്റ്റയിലൊക്കെ വീഡിയോസും കാര്യങ്ങളും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാടുണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരുപാട് ആരാധകരും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന പല വ്യക്തികളും കാണും. നിങ്ങൾക്ക് പുതിയ റിലേഷൻ വരും. കാരണം നിങ്ങൾക്ക് ഓഫറുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളെ ഒരു സ്റ്റാറായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടെന്നും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും നിങ്ങൾ സമ്പത്തിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ജീവിതം സക്സസ്സിൻ്റെ ഉയരത്തിലോട്ട് പോകുകയാണെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ നൈറ്റ് തോട്ടിൽ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് വ്യൂസിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് ചിന്തകൾ, എന്താണ് നൈറ്റ് ചിന്ത? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്താണ് എൻ്റെ വ്യൂസിന്? വീണ്ടും കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഇമോഷണൽ ആയിരിക്കുകയാണ്. നിങ്ങളെ വിട്ടു പോയ സാഹചര്യത്തെ, 8 നമ്പറാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ വിട്ടു പോയിരിക്കുന്ന സാഹചര്യത്തെ ഓർത്ത് നിങ്ങളുടെ പേഴ്സണിന് ഒരുപാട് വിഷമങ്ങളുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചത്, എന്തിനു വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കാര്യം ചെയ്ത് ഇത്രയും നല്ലൊരു റിലേഷൻ എന്തുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ച് വന്നു എന്നതിനെക്കുറിച്ച്, ആ ഉപേക്ഷിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ചിന്തിക്കുകയാണ്. ഈ രാത്രി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്വീൻ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഇപ്പോൾ ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജിയിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി തന്നെ സ്ട്രോങ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടേതായിട്ട് ജോലികളാണെങ്കിൽ ശരിയാണ്, നിങ്ങളിരിക്കുന്ന പൊസിഷൻ ആണെങ്കിൽ ശരിയാണ്, ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നാളും അവരുടെ പിറക്കെ കരഞ്ഞ് നടന്നിരുന്ന ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഇരുന്ന ഒരു വ്യക്തി അല്ല നിങ്ങളെന്ന് അവർക്കിപ്പം അവരെങ്ങനെയെങ്കിലും ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങളിപ്പോൾ ഒരു പൂച്ചക്കുട്ടിയല്ല, തികച്ചും ഒരു സിംഹക്കുട്ടിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. കാരണം നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ വളരെ പ്രോബ്ലം പിടിച്ച കാര്യമാണ്. കാരണം ഇത്രയും വലിയ ഇമോഷണൽ ആയിരുന്ന വ്യക്തി ഇപ്പോൾ സ്ട്രോങ് ആയിരിക്കുകയാണ്. ഓക്കെ, ഒരു ഏറ്റവും വലിയൊരു യോദ്ധാവിനെ പോലെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭരണാധികാരിയെ പോലെ, ഒരു ക്യൂനെ പോലെ ആയിരിക്കേണ്ടത്. ഫീമെയിൽ ആയാലും മെയിൽ ആയാലും ശരി തന്നെയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങളിപ്പം ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരു രാജ്യത്തെ എങ്ങനെയാണ് ഒരു വ്യക്തി കൈകാര്യം ചെയ്യുന്നത്, അവരുടെ ഇമോഷൻ ഏത് തരമായിരിക്കും, അതുപോലെ സ്ട്രോങ് ആയിരിക്കും. നിങ്ങളുടേതായ വ്യക്തിത്വത്തിലും നിങ്ങളുടേതായ പാഷനിലും നിങ്ങളുടേതായ ജോലികളിലെല്ലാം നിങ്ങൾ മാറിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇമോഷണലായിട്ട് യാതൊന്നും കാണുന്നില്ല. നിങ്ങളിപ്പോൾ സോഡിൻ്റെ എനർജിയിലാണ്. ഓക്കെ, ഒരുപാട് കപ്പുകളും കപ്പിൻ്റെ എണ്ണവും സോഡും ഒക്കെ കൂടിയിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഴ്ചകളോ മാസങ്ങൾക്കോ അകം നിങ്ങളുമായിട്ടൊരു റീകണക്ഷൻ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്താണ് നൈറ്റ് തോട്ട്? എൻ്റെ വ്യൂസിനെ കുറിച്ചുള്ള നൈറ്റ് തോട്ട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓഫർ തരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്തായിരുന്നാലും നിങ്ങളിലേക്കൊരു ഓഫറുമായിട്ട് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതുവരെ നിങ്ങളിപ്പോൾ ഏറ്റവും വലിയ സാമ്പത്തികപരമായിട്ടാണെങ്കിൽ ശരിയല്ല, നിങ്ങൾക്ക് ഉയർച്ച മാത്രമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് മാത്രമാണ് മുന്നിലുള്ളതെന്ന് അറിയാം. അത് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഫോട്ടോസ് ആണെങ്കിലും ശരിയല്ല, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണെങ്കിലും കഴിഞ്ഞുപോയ ദിവസങ്ങളാണെങ്കിലും ഒക്കെ ആലോചിച്ചിരുന്ന് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഒരു സ്റ്റേബിളായിട്ടുള്ള റിലേഷൻ, ഓക്കെ, നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി തരണമെന്നും ആ റിലേഷനിൽ സ്റ്റെബിലിറ്റി വേണമെന്നും ഒരു ഗ്രോത്ത് വേണമെന്നും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള റിലേഷന് വേണ്ടിയിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങളിലേക്ക് വരുന്നതിന് നിങ്ങളുടെ പേഴ്സണ് വളരെ പേടിയാണ്.
കാരണം നിങ്ങളിപ്പോൾ പൂച്ചക്കുട്ടിയല്ല, സിംഹക്കുട്ടിയാണ്. ദ എംപ്രസ് ആണ് വീണ്ടും വന്നിരിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്നത് ഏറ്റവും കെയറിങ് നേച്ചറുള്ള ഒരു മാതാവ് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നത്. കാരണം നിങ്ങളൊരു അമ്മ എങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന അതുമാതിരി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ അത്രയേറെ കെയർ കൊടുത്തിട്ടുണ്ട്. ഒരു അമ്മയിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ സ്നേഹവും ഒരു ലാളനവും അല്ലെങ്കിൽ ഒരു കൊച്ചിനെ എങ്ങനെയാണ് എല്ലാ രീതിയിലും കൊണ്ട് നടക്കുന്നത് ആ രീതിയിലായിരുന്നു നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ കൊണ്ട് നടന്നിരുന്നത്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സറിഞ്ഞ് നിങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. നിങ്ങളിൽ ഒരുപാട് ഗ്രോത്തും നിങ്ങളൊരു നല്ല വ്യക്തിയാണെന്നും അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും ഒരു വൈഫ് മെറ്റീരിയൽ ആക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ ആക്കാൻ പറ്റിയ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണെന്നും അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഈ ഒരു റിലേഷനെ വിട്ടു പോകാൻ കാരണമെന്ന് അവർ എന്തുകൊണ്ട് മറ്റ് ചിന്തകൾ അവരിലേക്ക് വന്നു എന്നും നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ മറ്റുള്ളതിന് പ്രയോറിറ്റി കൊടുത്തു എന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നു. നിങ്ങളിലേക്ക് എങ്ങനെ കടന്നു വരുന്നതിന് പേടിയാണ്. കാരണം ക്വീൻ ഓഫ് സോഡ് എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. എങ്കിലും നിങ്ങൾക്ക് പെൻഡിക്കിൾ തരണമെന്നും നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ വേണമെന്നും ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഓഫർ വേണം, നിങ്ങൾ അഫർമേഷൻ ചെയ്യുകയാണ്, മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവർ. നിങ്ങളുടെ ഫോട്ടോസ് ആയാലും ശരി തന്നെ നിങ്ങളുമായിട്ട് കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസങ്ങളും അവരുടെ മനസ്സിലെടുത്ത് വെച്ച് അവർ നിങ്ങളെ അഫർമേഷൻ ചെയ്യുകയാണ്. കാരണം നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണലിലേക്ക് ചെല്ലണം. കാരണം അവർക്ക് നിങ്ങളിലോട്ട് വരാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് കയ്യിലിരിക്കുന്നത്, കത്തിയാണ്, കയ്യാങ്കളിക്ക് അവരില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന രീതിയിലേക്ക് ആക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിന് കുറിച്ച് ഈ രാത്രിയിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ചിന്തകൾ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ചിന്തകളിലോട്ടാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? വീണ്ടും ഓഫർ തരിക എന്നുള്ളത് തന്നെയാണ്. ഏസ് ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. നമ്പർ 1 കാർഡാണ്. സണ്ണാണ്, ന്യൂ ബിഗിനിങ് ആണ്. എല്ലാം ആഗ്രഹിച്ച് അവിടെ നിൽക്കുന്നതേ ഉള്ളൂ, വരുന്നില്ല. കാരണം ഏസ് ഓഫ് സോഡ് കയ്യിൽ കത്തിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയുടെ അടുത്തോട്ട് വരാൻ അവർക്ക് ഇപ്പോൾ ധൈര്യമില്ല. നിങ്ങളുടെ മദറിങ് നേച്ചറും കാര്യങ്ങളും നിങ്ങൾ എത്രത്തോളം നല്ല വ്യക്തിയാണെന്നോ, നിങ്ങൾ കുടുംബത്തിന് വേണ്ടി എത്രത്തോളം കെയർ ചെയ്യുമെന്നും, അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്നത് സിംഗിൾ പേരൻ്റ് ആയിരിക്കാം. സിംഗിൾ പേരൻ്റ് ആണെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വാത്സല്യം സ്നേഹവും ഒക്കെ, അല്ലെങ്കിൽ കുട്ടികളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കുട്ടിയുണ്ടായിരിക്കാം, ആ കുട്ടിയോട് നിങ്ങൾ കാണിച്ച സ്നേഹങ്ങളും വാത്സല്യങ്ങളും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ആണെങ്കിലും ശരി തന്നെ നിങ്ങളുടെ ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജിയും അവർ കണ്ടിട്ടുണ്ടായിരിക്കും. അത് കാരണം ആ ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജിയിലാണ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിലോട്ട് വരണമെന്ന് തോന്നുമ്പോഴത്തേക്ക് നിങ്ങളിലേക്ക് വരാൻ തോന്നുന്നത് ദ എംപ്രസിൻ്റെ എനർജിയിലും. കാരണം മദറിങ് നേച്ചറും കാര്യങ്ങളും സ്നേഹവും അവരോടുള്ള കെയറിങ്ങും സ്നേഹവും ഒക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് തോന്നും. പക്ഷേ അവർ ചെയ്ത തെറ്റും കുറ്റങ്ങളും ഓർത്തിട്ട് നിങ്ങളിലേക്ക് വരണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ക്വീൻ ഓഫ് സോഡാവും, സോഡും പിടിച്ചോണ്ട് കത്തിയും പിടിച്ചോണ്ട് നിൽക്കുന്നതായിരിക്കും അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. എന്നിരുന്നാൽ തന്നെയും അവരിപ്പോൾ ഓഫർ ചെയ്യുവാൻ തയ്യാറായി നിൽക്കുകയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വീണ്ടും ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോഡ് വീണ്ടും വന്നിരിക്കുന്നു. ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് ആണ്. അപ്പം ഈ രാത്രി മുഴുവനും ഇരുന്ന് ആലോചിക്കുകയാണ് എങ്ങനെ ന്യൂ ബിഗിനിങ് ചെയ്യാം. ഇതുവരെ ഉള്ള നെഗറ്റിവിറ്റിയും കാര്യങ്ങളെല്ലാം അവർ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. അപ്പം എന്തായിരുന്നാലും ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും ഇത് ആരുടെ എനർജിയാണെന്ന് അറിയത്തില്ല. ഈ എനർജി ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള വ്യക്തികളിലേക്ക് തീർച്ചയായിട്ടും സെൽഫ് ലവ് ചെയ്ത് ഈ ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജിയിലേക്ക് മാറിയിരിക്കുന്ന വ്യക്തികളിലേക്ക് സെൽഫ് ഫോക്കസ് ചെയ്ത് സ്വന്തം കാര്യത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന വ്യക്തി, കരച്ചിലെല്ലാം നിർത്തി സന്തോഷിക്കുന്നത്, സ്വന്തം ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും സ്വന്തം ആത്മാവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളിലേക്ക് ഈ എനർജി തീർച്ചയായിട്ടും
ചെല്ലട്ടെ, അവരുടെ പേഴ്സൺ അവരിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവരിലേക്ക് പോട്ടെ. ഓക്കെ, നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 2 കാർഡ് കൂടി എടുക്കാം. 2 കാർഡ് എടുക്കുന്നത് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡാണ്. എൻ്റെ വ്യൂവേഴ്സ് ഈ ഒരു സമയത്ത് എന്ത് എനർജിയിലാണ്? എൻ്റെ വ്യൂവേഴ്സ് പേഴ്സണെ ഓർത്തിട്ട് അല്ലെങ്കിൽ പേഴ്സണുമായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ പേഴ്സണെ കുറിച്ച് ഓർത്ത് ഈ ഒരു സമയം എന്ത് എനർജിയിലാണ് എൻ്റെ വ്യൂവേഴ്സ് ഉള്ളത്? ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് ഏത് എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിലാണ് എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ ഉള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് എനർജിയിലാണ് എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ ഉള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് തന്നെ തരട്ടെ. എൻ്റെ വ്യൂവേഴ്സ് ഏത് എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ദ ഫൂള്. ഓക്കെ ഓക്കെ, എൻ്റെ വ്യൂവേഴ്സ് പല വ്യക്തികളും അവരുടെ കഷ്ടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. തീർച്ചയായിട്ടും എൻ്റെ വ്യൂവേഴ്സ് ഈ കാണുന്ന വീഡിയോസ് കാണുന്ന പല വ്യക്തികളിലും ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വരുന്ന ഈ മൂവ് ഓൺ ആയിരിക്കുന്ന കറക്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്ന അതേ കറക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ എനർജി വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡ്, ക്യൂൻ ഓഫ് സോഡ് ആയിരിക്കുന്ന വ്യക്തിയിലേക്ക് തന്നെയാണ് എനർജി വന്നിരിക്കുന്നത്. കാരണം ഈ എനർജിയിലുള്ള വ്യക്തികൾക്ക് മാത്രമാണ് അവരുടെ പേഴ്സൺ അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്, അവരിലേക്ക് തിരിച്ചു വരുന്നത്. കരഞ്ഞിരിക്കുന്ന ഒരു വ്യക്തികൾക്കും ഈ എനർജി റെസനേറ്റ് ആവത്തില്ല. കാരണം ക്യൂൻ ഓഫ് സോഡിലിരിക്കുന്ന എനർജിയിലിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു എനർജി കറക്റ്റ് ആവുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് റെസനേറ്റ് ആകത്തില്ല. കാരണം നിങ്ങളുടെ എനർജി എടുത്തിരിക്കുമ്പോൾ തന്നെയും വന്നിരിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളിലാണോ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ മാറിയിരിക്കുന്നു, നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് ദുഃഖത്തിലും പ്രശ്നത്തിലും നിങ്ങൾക്ക് സഹിക്കുന്നതിനപ്പുറം നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വന്നിരിക്കുന്നു ഒരു പേരൻസ്, ഒരു സിംഗിൾ മദറോ അല്ലെങ്കിൽ സിംഗിൾ ഫാദറോ ആകാം. എന്തായിരുന്നാലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മറ്റാരുമില്ല. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് നിങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർ നിങ്ങളെ കൂടെ കാണുമായിരിക്കും, പക്ഷേ എന്താണ് തീരുമാനം എടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളിൽ മാത്രമാണ് അത് വന്നിരിക്കുന്നത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പല ആൾക്കാരുമുണ്ട്. നിങ്ങളെ കുറച്ച് ഈ ഒരു വിഷമത്തിൽ നിന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല രീതിയിലും ഡിവൈൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെന്തായിരുന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആയി കഴിഞ്ഞിരിക്കുന്നു. ആ വ്യക്തികളുടെ എനർജിയാണ് ഞാൻ ചോദിച്ചു. എൻ്റെ വ്യൂവേഴ്സ് ആർക്കുള്ള എനർജിയാണ്? കാരണം ഏത് എനർജിയിൽ ഇരിക്കുന്ന വ്യക്തികൾക്കാണ് ഇത് റെസനേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എനർജിയും കൂടി ഞാൻ നോക്കിയത്. തീർച്ചയായിട്ടും മൂവ് ഓൺ ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ദ ഫൂളാണ് വന്നിരിക്കുന്നത്. ഇനി ജീവിതത്തിൽ എന്ത് തന്നെയാണെങ്കിലും പുതിയൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുകയാണ്, ഒരു ന്യൂ ബ്ലെസ്സിങ് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ എന്ത് തന്നെയായിരുന്നാലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് തന്നെയാണ് ഈ ഒരു റീഡിങ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടേതായ ലോകത്തേക്കോ അല്ലെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്കെല്ലാം നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്കാണ് ഇപ്പം ഈ വ്യൂസ് പോയിരിക്കുന്നത്. ഈ റീഡിങ് കാണുന്നവർ തീർച്ചയായിട്ടും ഈ റീഡിങ് എന്തായാലും പോസിറ്റീവായിരിക്കുന്ന വ്യക്തികളിൽ മാത്രമേ കിട്ടൂ. ഇല്ലാത്തവർക്ക് ഇത് റെസനേറ്റ് ആവത്തില്ല. അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇഗ്നോർ ചെയ്ത് പൊക്കോളും. കാരണം ഈ എനർജി എന്തായാലും പോസിറ്റീവായവർക്കുള്ളതാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഇത്രയും പോസിറ്റീവായ എനർജി തന്നതിന് നന്ദി നന്ദി നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വരട്ടെ. നിങ്ങളെല്ലാവരും ഹാപ്പിയായി സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, എൻ്റെ റീഡിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.